ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ ദിനമായ ഇന്നലെ നൽകിയത് 14 നാമനിർദ്ദേശ പത്രികകൾ. 8 ലോക്സഭാ മണ്ഡലങ്ങളിലായിട്ടാണ് 14 പത്രികകൾ സമർപ്പിക്കപ്പെട്ടത്. കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷും കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി അശ്വിനിയും ഇന്നലെ പത്രിക നൽകിയവരിൽ ഉൾപ്പെടുന്നു. തിരുവനന്തപുരത്ത് 4, കൊല്ലം 3, മാവേലിക്കര 1, കോട്ടയം 1, എറണാകുളം 1, തൃശൂർ 1, കോഴിക്കോട് 1, കാസർഗോഡ് 2 എന്നിങ്ങനെയാണ് ഇന്നലെ സമർപ്പിച്ച പത്രികകൾ. കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ ഓരോ സ്ഥാനാർത്ഥികൾ 2 പത്രികകൾ വീതവും, കാസർഗോഡ് ഒരു സ്ഥാനാർത്ഥി 3 പത്രികയും സമർപ്പിച്ചിട്ടുണ്ട്. എറണാകുളത്ത് സ്വതന്ത്രനായി മത്സരിക്കുന്ന സിറിൽ സ്കറിയ വരണാധികാരിയായ ജില്ലാ കളക്ടർ NSK ഉമേഷിന് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് അവധിയായതിനാൽ പത്രികാ സമർപ്പണം ഉണ്ടാകില്ല. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി ദിനങ്ങളായ മാർച്ച് 31, ഏപ്രിൽ 1 തീയതികളിലും പത്രിക സമർപ്പിക്കാനാകില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4 രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഏപ്രിൽ 26 വോട്ടെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.